ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെ ധന്യമാക്കിയ സായാഹ്നം. സ്വാതന്ത്ര്യദിനത്തിൽ കേരളത്തിലെ 4 പട്ടണങ്ങളിൽ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് NDF നടത്തിയ ഫ്രീഡം പരേഡ് അവിസ്മരണീയ മുഹൂർത്തങ്ങൾക്ക് അർത്ഥപൂർണതയേകി. സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക എന്ന സന്ദേശമുയർത്തി തലശ്ശേരി, തിരൂർ, പെരുമ്പാവൂർ, പത്തനംതിട്ട എന്നീ പട്ടണങ്ങളിൽ നടന്ന NDF ഫ്രീഡം പരേഡ് വേറിട്ട ഒരു കാഴ്ചയായിരുന്നു. തലശ്ശേരിയിൽ മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്നാണ് പരേഡ് ആരംഭിച്ചത്. NDF മുൻ ചെയർമാൻ E. അബൂബക്കർ സല്യൂട്ട് സ്വീകരിച്ചു.
സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ ഉറക്കം കെടുത്തി സ്വാതന്ത്ര്യത്തിന്റെ പോർക്കളത്തിൽ ധീരോദാത്തമായി അടരാടി രക്തസാക്ഷിത്വത്തിലൂടെ അമരത്വം നേടിയ ടിപ്പു സുൽത്താന്റെ പാദസ്പർശമേറ്റ തലശ്ശേരിയിലെ മണൽത്തരികൾ പോലും ഫ്രീഡം പരേഡ് ഉയർത്തിവിട്ട ആവേശത്തിൽ പുളകം കൊണ്ടു. RSS അക്രമികൾ തെരുവിൽ തടഞ്ഞും കിംവദന്തികളിലൂടെ ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തിയും പരേഡ് പരാജയപ്പെടുത്താൻ കിണഞ്ഞു ശ്രമിച്ചിട്ടും കീഴടങ്ങാൻ മനസ്സില്ലാത്ത ഒരു സമൂഹത്തിന്റെ നെഞ്ചുറുപ്പായിരുന്നു തലശ്ശേരിയിൽ കണ്ടത്. സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാകുക, നീതിയുടെ തേരാളിയാകുക എന്ന സന്ദേശമുയർത്തി നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് NDF നടത്തുന്ന ഫ്രീഡം പരേഡ് ഇതാ ഈ വാഹനത്തിന് പിന്നിലായി കടന്നു വരികയാണ്. തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച പരേഡ് മെയിൻ റോഡ്, ബസ് സ്റ്റാൻഡ്, മോബി റോഡ്, പഴയ സ്റ്റാൻഡ് വഴി പട്ടണം ചുറ്റി സ്റ്റേഡിയത്തിൽ തന്നെ സമാപിച്ചു. തിരൂരിൽ NDF ചെയർമാൻ EM അബ്ദുറഹിമാൻ സല്യൂട്ട് സ്വീകരിച്ചതോടെ പരേഡിന് തുടക്കമായി. വാഗൺ ട്രാജഡിയുടെ സ്മരണകളിരമ്പുന്ന തിരൂരിൽ
ഫ്രീഡം പരേഡ് കരുത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും പടയണിയായി. സ്വാതന്ത്ര്യത്തിൻ്റെ പടനിലങ്ങളിൽ ചോരകൊണ്ട് ചരിത്രമെഴുതിയ മലബാർ സമരത്തിൻ്റെ ത്യാഗോജ്വലമായ ഓർമ്മകളുടെ പുനർജനിയായി NDF ഫ്രീഡം പരേഡ്. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ വീരനായകരായ വെളിയങ്കോട് ഉമ്മർ ഖാദിയുടെയും ആലി മുസ്ലിയാരുടെയും വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും യഥാർത്ഥ പിന്മുറക്കാരാണ് തങ്ങളെന്ന മൗനപ്രഖ്യാപനവുമായാണ് NDF കേഡറ്റുകൾ തിരൂരിൻ്റെ പാതയോരങ്ങൾ പിന്നിട്ടത്. തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച പരേഡ് പഴയ പാലം, സിറ്റി ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ്, റിംഗ് റോഡ് വഴി സ്റ്റേഡിയത്തിൽ തന്നെ സമാപിച്ചു. പെരുമ്പാവൂരിൽ NDF മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് KM അഷ്റഫ് സല്യൂട്ട് സ്വീകരിച്ചു. മധ്യകേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ അലകളുയർത്തിയ ഫ്രീഡം പരേഡ് പെരുമ്പാവൂർ നഗരത്തിന്റെ ആവേശമായി.
പെരിയാറിന്റെ തീരത്തെ കച്ചവട നഗരമായ പെരുമ്പാവൂരിന് ഫ്രീഡം പരേഡ് ഒരു പുത്തൻ അനുഭവമായിരുന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം പരേഡ് കാണാനെത്തിച്ചേർന്ന വൻ ജനാവലി പരേഡിൽ അണിനിരുന്ന NDF കേഡറ്റുകളുടെ നിശ്ചയദാർഢ്യത്തെ ആവേശപൂർവ്വം കയ്യേറ്റു. പെരുമ്പാവൂർ ടൗൺ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ആരംഭിച്ച പരേഡ് ആലുവ മൂന്നാർ റോഡ് വഴി മാർക്കറ്റ്, കാലടി ജംഗ്ഷൻ, കോലഞ്ചേരി കവല വഴി പാലക്കാട്ടുതാഴം പാലത്തിന് സമീപം സമാപിച്ചു. പത്തനംതിട്ടയിൽ NDF മുൻ ചെയർമാൻ A. സയീദ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതോടെ പരേഡിന് തുടക്കമായി. അവനജനത വിമോചനം സ്വപ്നം കാണുകയാണ്. വിമോചനത്തിന്റെ ചാലകർ ശക്തിയായി വിപ്ലവം ചമയിച്ചൊരു കൊടിയാണ്. കീഴൊതുങ്ങാൻ മനസ്സില്ലാത്ത നട്ടലുള്ള പത്തനംതിട്ടയുടെ പിന്നിട്ട് കടന്നു. തൊള്ളായിരത്തി നിവർത്തന പ്രക്ഷോഭത്തിന്റെ സമരജ്വാലകൾ ഉയർത്തിയ C. കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ ഓർമ്മകളിരമ്പുന്ന പത്തനംതിട്ടയിൽ ഫ്രീഡം പരേഡ് ആവേശത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ വിതറി. പത്തനംതിട്ടയിലെ പൗരാവലിയിൽ ആത്മവിശ്വാസത്തിന്റെ പുത്തൻ തിരി തെളിയിച്ചുകൊണ്ടാണ് പരേഡ് കടന്നുപോയത്.
പത്തനംതിട്ട ഇടത്താവളത്തിനടുത്ത് ലിങ്ക് റോഡിൽ നിന്ന് ആരംഭിച്ച പരേഡ് സെൻട്രൽ ജംഗ്ഷൻ, ജനറൽ ആശുപത്രി റോഡ് വഴി ജില്ലാ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. പരേഡ് ആരംഭിക്കുന്നതിന് വളരെ മുമ്പേ തന്നെ കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയ സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ നഗരവീഥികൾ കൈയടക്കിയിരുന്നു. നിർദ്ദിഷ്ട സമയത്തിന് മുമ്പേ തന്നെ കേഡറ്റുകളും പ്രവർത്തകരും പരേഡ് ഗ്രൗണ്ടുകളിൽ എത്തിക്കൊണ്ടിരുന്നു. ജീവിതത്തിന്റെ നാനാ തുറകളിലും പെട്ട ആയിരങ്ങൾ വെയിലും മഴയും അവഗണിച്ച് തങ്ങളുടെ സ്ഥാനങ്ങളിൽ ഉറച്ചുനിന്നു. സ്വാതന്ത്ര്യത്തിന്റെ സാക്ഷാത്കാരം പൂർണ്ണമായും ജനങ്ങളുടെ ജാഗ്രതയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു 4 നഗരങ്ങളിലും നടന്ന പരേഡ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകർ നാം തന്നെയാണെന്ന NDF കേഡർമാരുടെ പ്രതീകാത്മക പ്രഖ്യാപനം പരേഡ് വീക്ഷിക്കാനെത്തിയ ജനാവലിയും അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുകയായിരുന്നു. യൂണിഫോം അണിഞ്ഞ കേഡറ്റുകളുടെ 33 പേർ വീതമടങ്ങിയ 30 ബാച്ചുകൾ തലശ്ശേരി, പെരുമ്പാവൂർ, പത്തനംതിട്ട നഗരങ്ങളിലും 40 ബാച്ചുകൾ തിരൂരിലും ഫ്രീഡം പരേഡിൽ അണിനിരന്നു. ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിക്കൊപ്പം താളാത്മകമായ ചുവടുവെപ്പുകളുമായി കേഡർമാർ നഗരവീഥികൾ പിന്നിട്ടുകൊണ്ടിരുന്നു.
ബാനറിനു പിന്നിൽ ദേശീയ പതാകയേന്തി നീങ്ങിയ കേഡറ്റിനു പിറകിലായി പരേഡ് ലീഡറും ഓഫീസർമാരും ബാൻഡ് സംഘവും ശേഷം ട്രൂപ്പ് ലീഡർമാരുടെ നേതൃത്വത്തിൽ കേഡറ്റുകളും മാർച്ച് ചെയ്തു മുന്നേറി. നിശ്ചിത അകലത്തിൽ പരേഡിനിടയിൽ കേഡറ്റുകളുടെ ഇരുചക്ര വാഹനങ്ങളും നീങ്ങുന്നുണ്ടായിരുന്നു. ബാൻഡുവാദ്യങ്ങൾക്കനുസരിച്ച് ചിട്ടയായ ചുവടുകളുമായി മുന്നോട്ടു നീങ്ങിയ കേഡറ്റുകൾ നഗരവീഥികളിൽ ദൃശ്യചാരുതയുടെ വിസ്മയം സൃഷ്ടിച്ചു. പരേഡിൽ അണിനിരുന്ന കേഡർമാരുടെ നിശ്ചയദാർഢ്യവും കരുത്തും ഒട്ടും ചോർന്നുപോവാതെ നെഞ്ചേറ്റിയ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ അവരുടെ മുഖങ്ങളിൽ വിസ്മയഭാവങ്ങളായി അലതല്ലി. പരേഡിനോടുള്ള ജനസഹസ്രങ്ങളുടെ ആവേശകരമായ ആഭിമുഖ്യം NTF മുന്നോട്ടുവെച്ച സന്ദേശത്തിനുള്ള പിന്തുണ വിളിച്ചറിയിച്ചു. പുത്തൻ കൊളോണിയൽ ശക്തികളുടെ അധിനിവേശത്തിനും ആഗോളവൽക്കരണത്തിന്റെ മറവിലുള്ള ചൂഷണ തന്ത്രങ്ങൾക്കും ഈ നാടിനെ പണയപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനമായിരുന്നു പരേഡ്. പൗരാവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ നയങ്ങൾക്കും ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ഹിന്ദുത്വ ഫാഷിസ്റ്റുകളുടെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ഒരു താക്കീത് കൂടിയായിരുന്നു NTF ഫ്രീഡം പരേഡ്. NTF കേഡറ്റുകളുടെ ചുവടുവെപ്പുകൾ രാജ്യസ്നേഹികളുടെ മനസ്സിൽ ആവേശത്തിന്റെ അഗ്നിജ്വാലയായപ്പോൾ അഭിനവ ഗോഡ്സെമാരുടെ മനസ്സിൽ അസഹിഷ്ണുതയുടെ ഉമിത്തി പുകയുകയായിരുന്നു. രാഷ്ട്രപിതാവിന്റെ നെഞ്ചിനു നേരെ നീട്ടിയ അശാന്തിയുടെ നിറത്തോക്ക് തങ്ങൾ ഇനിയും താഴെ വെച്ചിട്ടില്ലെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അടുക്കും ചിട്ടയും അച്ചടക്കവും കൊണ്ട് ശ്രദ്ധേയമായ ഫ്രീഡം പരേഡ് തലമുറകൾക്ക് മുഴുവൻ ആവേശമായി ചരിത്രത്തിന്റെ ഉജ്ജ്വല മുഹൂർത്തങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ധീരദേശാഭിമാനികളുടെ വീരസ്മരണകൾക്ക് പൊതുജീവൻ നൽകിയ ഒരു സായാഹ്നമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച ചരിത്ര പുരുഷന്മാരുടെ ത്യാഗപൂർണമായ ജീവിതത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് NTF കേഡറ്റുകൾ ചരിത്ര സ്മൃതികൾ ഉണർത്തുന്ന കേരളത്തിന്റെ 4 നഗരങ്ങളിൽ നടത്തിയ ഫ്രീഡം പരേഡ് നിശ്ചയദാർഢ്യത്തിന്റെയും നിതാന്ത ജാഗ്രതയുടെയും ദൃഷ്ടാന്തമായി. ഉറച്ച കാൽവെപ്പുകളുമായി മുന്നോട്ട് നീങ്ങിയ NTF യുവനിര ദൗത്യനിർവഹണത്തിന്റെ പാതയിലെ തടസ്സങ്ങൾ ദൃഢനിശ്ചയത്തോടെ നേരിടുന്ന ഉദാത്തമായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചു. സ്വാതന്ത്ര്യവും തുല്യനീതിയും നമ്മുടെ അവകാശമാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണർത്തിവിട്ട ആത്മവിശ്വാസം ആവേശമായി അണപൊട്ടിയൊഴുകിയപ്പോൾ അത് നിയന്ത്രിക്കാൻ NTF വോളണ്ടിയർമാർക്ക് ഏറെ ക്ലേശിക്കേണ്ടി വന്നു.
NDF പ്രവർത്തകരും അനുഭാവികളും അച്ചടക്കത്തോടെ പരേഡിന് പിന്നിൽ അണിചേർന്നു. കേഡറ്റുകൾക്ക് പിന്നിലൊഴുകിയ ജനസഞ്ചയം സ്വാതന്ത്ര്യത്തിന്റെയും വിമോചനത്തിന്റെയും ഉണർത്തുപാട്ടുകൾ ഇമ്പമാർന്ന ഈണത്തിൽ ഏറ്റുപാടിയപ്പോൾ അത് പരേഡിന് മിഴിവ് പകർന്നു. നാടിൻ സ്വാതന്ത്ര്യത്തിൻ സമരപാതയിൽ കറകളഞ്ഞ ദേശസ്നേഹം തുടികൾ നിരനിരന്നു ചുവടുവെച്ചു ചടുല താളഭംഗിയിൽ ധർമ്മവീതിയിൽ പടുത്ത ധർമ്മസമര ശക്തികൾ ഒരിക്കലും നെഞ്ചുറപ്പു നേടി ഞങ്ങൾ ശക്തമായ ചുവടുമായി അർജിതന്റെ മോചനത്തിൽ പാതയിൽ മുന്നേറ്റമായി നെഞ്ചുറപ്പു നേടി ഞങ്ങൾ. ആവേശം ഒരിക്കലും അണപൊട്ടിയില്ല. വികാരം ഒരിക്കലും അതിരുകൾ ഭേദിച്ചില്ല. ആത്മനിയന്ത്രണത്തോടെയായിരുന്നു അവരുടെ കാൽവെപ്പുകൾ. അച്ചടക്കത്തിന്റെയും
ആത്മവിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതിരൂപങ്ങളായിരുന്നു അവർ. മഹാകവി അല്ലാമ ഇക്ബാലിന്റെ പ്രസിദ്ധമായ വരികൾക്ക് ഗാനാവിഷ്കാരം നൽകിയ യൂണിറ്റി സോങ്ങോടെയാണ് 4 ഇടങ്ങളിലും സമാപന സമ്മേളനങ്ങൾ ആരംഭിച്ചത്. हम बुलबुलें हैं
തലശ്ശേരിയിൽ പ്രോഗ്രാം കൺവീനർ ഹാരിസ് വടകര സ്വാഗതം പറഞ്ഞു. NDF സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് KP മുഹമ്മദ് ഷെരീഫ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സമൂഹത്തിനു വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള ജനതയാണ് ഒരു രാഷ്ട്രത്തിന്റെ യഥാർത്ഥ മൂലധനം. ശരിയായ സാമൂഹിക ബോധത്തിന്റെ അഭാവത്തിൽ ജീവിത സൗകര്യങ്ങളിലുണ്ടാകുന്ന വികസനങ്ങൾ ജനനന്മയ്ക്ക് നിരക്കാത്തതായിരിക്കും. നമ്മുടെ രാജ്യവും സമൂഹവും എത്തിച്ചേർന്നിട്ടുള്ള ദുരന്തം ഇതാണ്. പൊതുമുതൽ ദുർവിനിയോഗം ചെയ്യാനും സന്തുലിത താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മടിയില്ലാത്തവരാണ് അധികാര കേന്ദ്രങ്ങൾ കൈയടക്കിയിട്ടുള്ളത്. സമാപന സമ്മേളനം അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗം മൗലാന സയ്യിദ് മുസ്തഫ റിഫായി ഉദ്ഘാടനം ചെയ്തു. आज का दिन हमारे मुल्क की आज़ादी का दिन है, इसलिए हम सब के लिए खुशियों मसरतों का दिन है. मैं इस मुल्क के तमाम बाशिंदों को, तमाम भारतीयों को, चाहे वो जिस मजहब के हों, चाहे उनकी जौन सी जुबान हो, चाहे वो इस मुल्क की जिस रियासत के भी रहने वाले हों. NDF മുൻ ചെയർമാൻ E. അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. രക്തസാക്ഷ്യത്തിലൂടെയും സഹന സമരത്തിലൂടെയും നമ്മുടെ പൂർവികന്മാർ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ കാത്തുകൊള്ളുവാൻ ഓരോ ഇന്ത്യൻ പൗരനും ബാധ്യതയുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു ശക്തിയും ലോകത്ത് ജനിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ബസിന്റെയോ ഒരു കാറിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തകന്റെ യൂണിഫോം വലിച്ച് എടുക്കുന്നതിലൂടെയോ ഈ പ്രസ്ഥാനത്തിന്റെ, ഈ ജനമുന്നേറ്റത്തിന്റെ ഏതെങ്കിലും ഒരു മില്ലിമീറ്ററെങ്കിലും തടസ്സപ്പെടുത്തുവാൻ ഈ രാജ്യത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതായിരിക്കും. നാം മുമ്പോട്ട് വെച്ച കാൽ ഒരിക്കലും പുറകോട്ട് വെക്കുന്ന വിഭാഗമല്ല എന്ന് ആരെങ്കിലും തിരിച്ചറിയാനായിട്ടുണ്ടെങ്കിൽ അവർ അത് തിരിച്ചറിയാൻ മതിയാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള നമ്മുടെ ശബ്ദം പല്ലവിയോ അനുപല്ലവിയോ ആയിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അത് ആദ്യത്തെ ശബ്ദമായിരുന്നു, മാത്രമല്ല വേറിട്ട ശബ്ദമായിരുന്നു. ഈ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും നിങ്ങളുടെയും ശത്രുക്കൾ ഫാഷിസ്റ്റുകൾ ശിലാഹൃദയർ മാത്രമല്ല, അവർ ശിഥിലഹൃദയർ കൂടിയാണ്. അവരുടെ ബാഹ്യചലനങ്ങൾ എത്ര തന്നെ ഐക്യപ്പെട്ടാലും ശരി, നാം അതിനെ ഭയക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെ, ഫാഷിസത്തിന്റെ അണപ്പല്ലുകളിൽ അരഞ്ഞരഞ്ഞേ തീരുന്ന ഒരു സമുദായത്തിന്റെ പൗരുഷം, ആ പൗരുഷത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെയും ഈ രാജ്യത്തിന്റെയും ഈ രാജ്യത്തെ ജനങ്ങളുടെയും മുഴുവൻ ശത്രുവായ ഫാഷിസത്തിന്റെ ചിതയിലെത്താൻ വേണ്ടി നിങ്ങൾ ആ സ്ത്രീലത്തിൽ നിന്ന് അഗ്നി ശേഖരിച്ച് വരികയാണ്. മുഴുവൻ ജനങ്ങളെയും ഒന്നായി കാണുന്ന ഇന്ത്യക്ക് വേണ്ടിയാണ് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നായി കാണുന്നിടത്ത് മാത്രമാണ് സ്വാതന്ത്ര്യം സാർത്ഥകമാകുന്നത്, അർത്ഥവത്താകുന്നത്. വഴി തടസ്സങ്ങളിലൂടെ നമ്മെ പുറകോട്ടടിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അനുസ്മരിക്കണം. പക്ഷെ ഒരു കാര്യം എല്ലാവരും ഓർക്കുന്നത് നമ്മൾ എന്ന് ഞാൻ പറയുകയാണ്, ഞങ്ങളും കേരളീയരാണ്. ഇതുപോലുള്ള പരിപാടികൾ കേരളത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയിലും മതേതരത്വത്തിലും വിശ്വാസമുള്ള മുഴുവൻ ആളുകളും ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സാധാരണ പരിപാടികളാണ്. ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രം റോഡും അതുപോലെ കവാത്തും മറ്റു സംഗതികളും ഇവിടെ സംവരണം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യവും എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. അടികൊള്ളുവാൻ NDF-കാർ ഒരിക്കലും സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളല്ല. NDF-കാരോട് ഇടത്തേക്ക് അവിടെ അടി കിട്ടിയാൽ വലത്തേക്ക് അവർ കാണിച്ചു കൊടുക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ NDF-ലെ സഹപ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നത്, നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരിക്കലും നമ്മുടെ വിധിയും ദൈവത്തിന്റെ തീർച്ചയും നിശ്ചയവും രക്തസാക്ഷ്യവും രണ്ട് ഘട്ടങ്ങളിലായി വരികയില്ല എന്നുള്ളതാണ്. അത് ഒന്നായിട്ടാണ് വരിക. നമ്മൾ നേരത്തെ രക്തസാക്ഷികളാവുന്ന പ്രശ്നമേ ഇല്ല. വിധിയോടൊപ്പം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുപ്രീം കൗൺസിൽ അംഗം P. അബ്ദുൽ മജീദ് ഫൈസിയും സമ്മേളനത്തിൽ പങ്കെടുത്തു.
കണ്ണൂർ ഡിവിഷൻ കൺവീനർ AC ജലാലുദ്ദീൻ നന്ദി പറഞ്ഞു. എറണാകുളം സോണൽ കൺവീനർ K മുഹമ്മദ് അലി സ്വാഗതം ആശംസിച്ചു. ഈ വേദിയിൽ നിങ്ങൾ മുഴുവനെയും അതിഥികളെയും പ്രഭാഷണം നടത്തുന്ന ആളുകളെയും മുഴുവൻ സ്വാഗതം ആശംസിക്കുകയാണ്. NDF മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് KM അഷ്റഫ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജനങ്ങളുടെ കുടിവെള്ളം പോലും കവർന്നെടുക്കുന്ന കുത്തക കമ്പനികളെ സംരക്ഷിക്കുന്ന തരത്തിലാണ് വികസനം എന്ന സങ്കല്പത്തെ സർക്കാർ പ്രയോഗവൽക്കരിക്കുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ ജീവിതം വഴിമുട്ടുന്ന ജനങ്ങൾ ആഭ്യന്തര കലാപങ്ങളിലേക്ക് തിരിയുമെന്ന് ആശങ്കേണ്ടിയിരിക്കുന്നു. ഉപരിവർഗത്തിന്റെ ആഡംബരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പകരം സാധാരണക്കാരന്റെ ജീവിതാവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് ഭരണാധികാരികൾ മുൻഗണന നൽകേണ്ടത്. വാർത്താഭാരതിയുടെ എഡിറ്റർ അബ്ദുസ്സലാം പുത്തികെ ഉദ്ഘാടനം ചെയ്തു. When the First World War began in 1914, the Muslim Mujahideen engaged in fighting the British on the Indian soil, changed their strategy and tried to extend their fight to the global level. Today, the word fatwa is associated with many negative thoughts and acts. But fatwas or religious decrees issued by the Muslim scholars have played a great role in inspiring people to fight against the colonial forces throughout the history of our fight for freedom. Here, if I wish, I think I can roll out before you pages and pages narrating the contribution of Muslims. I am grateful to the NDF for having given me this great opportunity as an honor to inaugurate this function, and with these words I announce this function as inaugurated. Bismillahirrahmanirrahim. NDF ജനറൽ സെക്രട്ടറി നാസറുദ്ദീൻ എളമരം മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പൂർവികർ പൊരുതി നേടിത്തന്നിട്ടുള്ള ഈ സ്വാതന്ത്ര്യം അതിൻ്റെ സംരക്ഷകരായി നാം തന്നെ മാറേണ്ടതുണ്ട് എന്നാണ് ഈ ഫ്രീഡം പരേഡിലൂടെ NDFന് ജനങ്ങളോട് നൽകാനുള്ള സന്ദേശം. നമുക്ക് കഴിഞ്ഞ 58 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഒരർത്ഥപൂർണമായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഇന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ചിന്തനീയമായൊരു വിഷയമാണ്. സ്വാതന്ത്ര്യം നേടി ഇത്ര നാൾ പിന്നിട്ടിട്ടും രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വേദനകൾ ഇന്നും ഇവിടെ സാമ്രാജ്യത്വ ശക്തികൾ അടക്കി ഭരിച്ചിരുന്ന കാലത്തേക്കാൾ തന്നെ സമാനതയുള്ളതോ അതല്ലെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ടതായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ പരിഹരിക്കുന്നിടത്ത് ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട്, മോഹനമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിൽ എത്തിയിട്ടുള്ള മുഴുവൻ ഭരണകൂടങ്ങളും എല്ലാ സമയത്തും ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളോട് പുറംതിരിഞ്ഞിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രന്മാരുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ന് ഇന്ത്യ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുടെ രാജ്യങ്ങളിലേക്ക് പട്ടികയിലേക്ക് നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ മേഖലയെടുത്ത് പരിശോധിച്ചു നോക്കിയാലും സർക്കാർ പൊതു ജനസേവന മേഖലകളിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിക്കൊണ്ട് അവിടെയെല്ലാം സാമ്പത്തിക അധീശത്വമുള്ള അതല്ലെങ്കിൽ കുത്തക മുതലാളിത്ത വർഗങ്ങൾക്ക് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായ അർത്ഥത്തിൽ പണയം വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്ക് മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കോടതികളിൽ നിന്നുമൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കോടതി വിധികളൊക്കെ തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് പുറംതിരിഞ്ഞിരിക്കുന്ന വിധികളാണ് കോടതികളിൽ നിന്ന് പോലും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഭീകരമായ ഭീതിതമായ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സുപ്രീം കൗൺസിൽ അംഗങ്ങളായ OMA സലാം, യഹിയ തങ്ങൾ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുമ്പിൽ രാജ്യത്തെ മോചിപ്പിക്കുവാൻ കൽപ്പുണ്ടായിരുന്ന, നട്ടലുണ്ടായിരുന്ന ഒരു സമൂഹത്തിന് ഈ നാടിനെ വീണ്ടും ഇതുപോലെ സാമ്രാജ്യത്തിന്റെ അടിമകളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കാൻ മൻമോഹൻ
മൻമോഹൻ സിംഗ് തയ്യാറാവണം. ഇതാണ് ഞങ്ങൾ നൽകുന്ന സന്ദേശം. അതുപോലെ തന്നെ നാടിനെ ഒരു വിഭാഗം ആളുകൾ സാമ്രാജ്യ ശക്തികൾക്ക് അടിയറച്ചുകൊണ്ടിരിക്കുമ്പോ മറ്റൊരു വിഭാഗം വിഭാഗീയരുടെ പുതിയ പുതിയ സാഹിത്യങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുമ്പോ മനുഷ്യന്റെ ജീവൻ കൊണ്ട് പന്താടാൻ ശ്രമിക്കുമ്പോ നാടുകളെ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ ഞങ്ങൾക്കത് ഓർമ്മിപ്പിക്കാൻ ഇതാണ്, ഞങ്ങൾ അക്രമത്തിന്റെ ഭാഷയിൽ സംസാരിക്കയില്ല. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ ഉയർത്തിവിടുന്ന പോലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങളിൽ വിശ്വസിക്കുന്നില്ല, പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ വിശ്വസിക്കുന്നില്ല. അതേ സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്കെല്ലാം തന്നെ നാട്ടിലെ ജനവിഭാഗങ്ങൾ സാധാരണക്കാർ ഒന്നൊന്നായി നാട്ടിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കീഴിൽ വൈറ്റ് കോളർ ഉദ്യോഗം വഹിച്ചിരുന്ന ആളുകൾ, അന്ന് സാമ്രാജ്യത്തിന്റെ കാല് നക്കിയിരുന്ന ആളുകൾ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ പോലും ഒറ്റുകൊടുത്ത രാജ്യദ്രോഹികൾ, നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുകയില്ല. ഈ നാടിനെ കൊണ്ടുപോയി അമേരിക്കക്ക് കാഴ്ചവെക്കുവാൻ, ഈ നാടിനെ ബ്രിട്ടന് കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുകയില്ല. പക്ഷേ ഈ നാട് നിങ്ങൾക്കറിയുമോ, ഈ നാട് ഞങ്ങളുടെ മുൻഗാമികളുടെ ചോര കൊണ്ടുണ്ടാക്കിയതാണ്, ഞങ്ങളുടെ മുൻഗാമികളുടെ രക്തം കൊണ്ടുണ്ടാക്കിയതാണ്. നിങ്ങൾ അന്തമാനിലേക്ക് പോയി നോക്കൂ, അന്തമാനിലെ കാടുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് മലപ്പുറവും മഞ്ചേരിയും ഒക്കെ തന്നെ പേരുള്ള പ്രദേശങ്ങൾ കാണാം. എന്തെന്നറിയുമോ നിങ്ങൾക്ക്, ഈ നാട്ടിൽ നമ്മുടെ പിതാമഹന്മാരെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയപ്പോൾ സ്വന്തം നാടിന്റെ പേരോടെ ഇട്ടതാണ്. അവർ എന്തിനു വേണ്ടി കാട്ടിലേക്ക് പോയി, എന്തിനു വേണ്ടി 100 കൂട്ടം ആളുകൾ തൂക്കുമരത്തിലേറി, എന്തിന് ഒരുപാട് സഹോദരങ്ങൾ വേദന സഹിച്ചു, ഈ നാടിന്റെ മോചനത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അടിയറ വെക്കാം, നിങ്ങൾക്ക് കൊണ്ടുപോയി പണയം വെക്കാം. പക്ഷേ ഈ നാടിന്റെ മക്കൾ, ഈ നാടിന്റെ പോരാളികളുടെ പിന്മുറക്കാർ, ഈ നാട്ടിലെ രക്തസാക്ഷികളുടെ പിന്മുറക്കാർ, ഞങ്ങൾ കട്ടായം പറയുന്നു, ഈ ഫ്രീഡം പരേഡിലൂടെ ഇല്ല, ഞങ്ങൾ ഒരിക്കലും അനുവദിക്കയില്ല, ഈ നാടിനെ പണയം വെക്കുവാൻ അനുവദിക്കയില്ല, ഈ നാടിനെ ഫാസിസ്റ്റുകൾ കുരുതി കൊടുക്കാൻ അനുവദിക്കയില്ല, ഈ നാടിനെ വർഗീയ കലാപങ്ങൾ കുരുതിക്കളമാക്കാൻ ഞങ്ങൾ അനുവദിക്കയില്ല. നാടിനെ രക്ഷിക്കുവാൻ, നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളുവാൻ, നീതിക്ക് വേണ്ടി പോരാടുവാൻ NDF അണിചേരുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എറണാകുളം ഡിവിഷൻ കൺവീനർ TM മൂസ നന്ദി പറഞ്ഞു. പത്തനംതിട്ടയിൽ തിരുവനന്തപുരം സോണൽ കൺവീനർ കരമന അഷ്റഫ് മൗലവി സ്വാഗതം പറഞ്ഞു. നമ്മുടെ മുൻഗാമികൾ രക്തം ചിന്തി നേടിയ സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ബാധ്യതയാണ് എന്ന കാര്യം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നാം ഈ പരേഡ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മുൻ ചെയർമാൻ A. സയ്യിദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വൈദേശികാധിപത്യത്തിനെതിരെ ത്യാഗം സഹിച്ച് സമരം ചെയ്ത സ്വാതന്ത്ര്യ സമര പോരാളികളെ ഈ സുദിനത്തിൽ നമുക്ക് അനുസ്മരിക്കാം. സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള ജനതയാണ് ഒരു രാഷ്ട്രത്തിന്റെ യഥാർത്ഥ മൂലധനം. ശരിയായ സാമൂഹിക ബോധത്തിന്റെ അഭാവത്തിൽ ജീവിത സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന വികസനങ്ങൾ ജനനന്മക്ക് നിരക്കാത്തതായി തീരും. നമ്മുടെ രാജ്യവും സമൂഹവും എത്തിച്ചേർന്നിട്ടുള്ള ദുരിതമാണ് ഇത്. പൊതുമുതൽ ദുർവിനിയോഗം ചെയ്യാനും സങ്കുചിത താൽപര്യങ്ങൾക്ക് സംരക്ഷണം നൽകാനും വഴിയില്ലാത്തവരാണ് അധികാര കേന്ദ്രങ്ങൾ കൈയടക്കിയിട്ടുള്ളത്. അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വർക്കിംഗ് കമ്മിറ്റി അംഗവും ബീഹാറിലെ ഇമാറെ ശരിയായുടെ നാസിമുമായ മൗലാന അനീസുർ റഹ്മാൻ ഖാസിമി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. उसके बाद यहाँ के फिर मुजाहिदीन ने 19वीं सदी में और 20वीं सदी में जो कुर्बानियाँ दी, आज आप सब उन्हीं की याद के लिए यहाँ जमा हुए हैं. मैं मुबारकबाद देता हूँ NDF के ज़रिए आज की इस तकरीब को और आप तमाम नौजवानों को कि आपने आज़ादी की उस हौसला अफजा और रोशन और ज़र्री तारीख को जिंदा करने का काम अंजाम दिया है. സുപ്രീം കൗൺസിൽ അംഗം പ്രൊഫസർ P. കോയ മുഖ്യ പ്രഭാഷണം നടത്തി. പലതരത്തിലുള്ള പിന്തിരിപ്പൻ ശക്തികൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ കണ്ണും കാതും മനസ്സും തുറന്നു വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിരിക്കുന്ന എല്ലാ വീരന്മാരായ നേതാക്കളും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിതാന്ത ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ നൽകേണ്ടി വരുന്ന വില.
നിങ്ങളൊന്ന് കണ്ണടച്ചു പോയാൽ, നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ഒരു നിമിഷം വിസ്മരിച്ചു പോയാൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ അവകാശങ്ങളെ കുറിച്ച് ഒരു നിമിഷം അവഗണിച്ചു പോയാൽ, നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ സഹോദരന്മാരുടെ അവകാശങ്ങളും ആ നിമിഷം നശിപ്പിച്ച് കളയുന്നതിന് ബദ്ധശ്രദ്ധരായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ, പൗരാവകാശങ്ങളുടെ, മനുഷ്യാവകാശങ്ങളുടെ ശത്രുക്കൾ ലോകത്തിലെ എല്ലാ ഭാഗത്തും ഉള്ളതുകൊണ്ടും ഈ ശത്രുക്കൾ എപ്പോഴും പരസ്പരം സഹകരിക്കുന്നതുകൊണ്ടും NDF-ന്റെ പ്രവർത്തകന്മാർ മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പൗരന്മാരും സ്വന്തം കാതുകളും കണ്ണുകളും തുറന്നു വെച്ചുകൊണ്ട് ആരാണ് സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിന് തയ്യാറാകുന്നത് അവരുടെ കൈകാലുകൾ പിടിച്ചുകെട്ടുകയും തങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യണമെന്നതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഉത്സാഹം പകരുന്ന ഒരു സന്ദേശം എന്ന നിലക്കാണ്, ഒരു നിദർശനം എന്ന നിലക്കാണ്, ഒരു മാതൃക എന്ന നിലക്കാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന NDF-ന്റെ ഈ സഹോദരന്മാർ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ഓർമ്മ പുതുക്കലാണ് എന്ന് ഇവിടെ പ്രസംഗിച്ച എല്ലാ സഹോദരന്മാരും നിങ്ങളോട് സൂചിപ്പിച്ചു. ഓർമ്മ പുതുക്കുക എന്ന് പറഞ്ഞാൽ പുതിയ ചരിത്രത്തിന്റെ സംരക്ഷകരായി തീരുക എന്നതാണ് അതിന്റെ അർത്ഥം. സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവരെ കുറിച്ച് കരുതലോടെ ഇരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ലോകത്തിന്റെ നാനാഭാഗത്തും സ്വാതന്ത്ര്യം ഭംഗപ്പെടുത്തുന്നതിന്, സ്വാതന്ത്ര്യം തകർക്കുന്നതിന് വേണ്ടി നവകൊളോണിയൽ ശക്തികള് ഓരോ രാജ്യത്തിലുമുള്ള മുതലാളിത്ത കുത്തക ശക്തികളുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അപകടകരമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, പൗരാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന്, ആ രാജ്യങ്ങളിലെ നിഷ്കളങ്കരായ മനുഷ്യരെ ബോംബിട്ട് കൊല്ലുന്നതിന്, ആ രാജ്യങ്ങൾ കീഴടക്കുന്നതിന്, ആ രാജ്യങ്ങളിലെ സഹോദരന്മാരുടെ മാനഭംഗപ്പെടുത്തുന്നതിന്, ആ രാജ്യങ്ങളിലെ ഗ്രാമങ്ങൾ ഒന്നിച്ച് നാപ്പാം ബോംബും ഫോസ്ഫറസ് ബോംബും ക്ലസ്റ്റർ ബോംബുകളും യുറാനിയൻ ബോംബുകളും ഇട്ട് നശിപ്പിക്കുന്നതിന് തയ്യാറാകുന്ന സ്വാതന്ത്ര്യ വിരുദ്ധരായ കൊളോണിയൽ ശക്തികൾ കൂടുതൽ ശക്തിയാർജിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ ലോകം മുഴുവൻ കീഴടക്കുന്നതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നത് നിങ്ങളെപ്പോലെയുള്ള, എന്നെ പോലെയുള്ള സ്വാതന്ത്ര്യ ബോധമുള്ള ഈ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാഹചര്യം കൂടുതൽ അപകടത്തിലായിരിക്കുന്നു എന്നും അവർക്ക് കൂടുതൽ വലിയ വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നു എന്നതിന്റെ ഓർമ്മയാണ്. സുപ്രീം കൗൺസിൽ അംഗം KH നാസർ, ഇമാം കൗൺസിൽ ചെയർമാൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി എന്നിവർ പങ്കെടുത്തു. പത്തനംതിട്ട ഡിവിഷൻ കൺവീനർ MK മുഹമ്മദ് അലി നന്ദി പറഞ്ഞു. മലപ്പുറം സോണൽ കൺവീനർ PT അഹമ്മദ് സ്വാഗതം പറഞ്ഞു. Brother Advocate Hafiz Ahmad Rashid Chowdhury to this function for National Development Fund India. NDF ചെയർമാൻ EM അബ്ദുർ റഹ്മാൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ത്യാഗം സഹിച്ച് സമരം ചെയ്ത സ്വാതന്ത്ര്യ പോരാളികളെ ഈ സുദിനത്തിൽ നമുക്ക് അനുസ്മരിക്കാം. സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള ജനതയാണ് ഒരു രാഷ്ട്രത്തിന്റെ യഥാർത്ഥ മൂലധനം. ശരിയായ സാമൂഹിക ബോധത്തിന്റെ അഭാവത്തിൽ ജീവിത സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന വികസനങ്ങൾ ജനനന്മയ്ക്ക് നിരക്കാത്തതായിത്തീരുന്നു. അസം യുണൈറ്റഡ് മൈനോറിറ്റീസ് ഫ്രണ്ട് ചെയർമാനും അസം വഖഫ് ബോർഡ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ഹാഫിസ് റഷീദ് ചൗധരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. Why these things are happening? Who is at fault? Why government is not in a position to contain all these things? Now it is a democracy. Our constitution starts with the word we, the people of India. We. Here it does not belong to RSS, does not belong to fascists, does not belong to Mr. Tugaria, does not belong to Mr. Narendra Modi. It belongs to all of us consisting of Hindus, Muslims, Christians, majority of them. So India belongs to all of us, it does not belong to these people. It is not their responsibility alone. ഇന്ത്യ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ തകർക്കുവാൻ വേണ്ടി നടക്കുന്ന അത്തരം ശക്തികളെ തടഞ്ഞു നിർത്തുവാൻ ഇവിടെ ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ? നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ അവർ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഭൂരിഭാഗം ആളുകളും ഇന്ത്യയുടെ മതേതരത്വത്തിലും ജനാധിപത്യ സ്വഭാവത്തിലും വിശ്വസിക്കുന്നവരാണ്. മാനം കറുത്തിട്ടും മഴ തിമിർത്തിട്ടും
പരേഡ് കാണാനെത്തിയ ജനങ്ങൾ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. NDF സെക്രട്ടറി കെ മൊയ്തീൻകുട്ടി ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ആരുടെ പക്കൽ നിന്നാണോ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയതെങ്കിൽ, ആരുടെ പക്കൽ നിന്ന് സ്വാതന്ത്ര്യം നേടി നാം എന്താണോ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പാടെ അവഗണിച്ചുകൊണ്ട് ഈ രക്തസാക്ഷികളോട് മുഴുവനും തന്നെ കൊടും ക്രൂരത കാണിച്ചുകൊണ്ട് അമേരിക്കൻ കങ്കാണിമാരുടെ മുമ്പിൽ തലകുനിക്കാൻ വേണ്ടി മാത്രം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബ്രിട്ടീഷ് കോളനി വാഴ്ചയെ ന്യായീകരിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ അടുത്ത കാലത്തായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി മറ്റൊരു കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. ആ കരാറിൽ ഒപ്പിട്ടതിന് ശേഷം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞു, ഇന്ത്യയെ ഒരു ആണവ രാജ്യമായി അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അംഗീകാരം ഇന്ത്യ രാജ്യത്തിന് വലിയ മഹത്തായ പദവി നൽകുന്നു എന്ന മൗഢ്യമായ ഭാവമാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പോലും ഉള്ളത് എന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചവരുടെ ആ ധീരമായ സ്മരണ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ നിലനിർത്താൻ NDF പോലെയുള്ള സംഘടനകൾ നടത്തുന്ന ഈ പോരാട്ടങ്ങൾ മുഴുവനും തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ തയ്യാറെടുപ്പിന് വേണ്ടിയാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. NDF വൈസ് ചെയർമാൻ അബ്ദുറഹ്മാൻ ബാഖവി, സുപ്രീം കൗൺസിൽ അംഗം CP മുഹമ്മദ് ബഷീർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ, സ്വാതന്ത്ര്യം നിലനിർത്താൻ ഈടാക്കാൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. തിരൂർ ഡിവിഷൻ കൺവീനർ C അബ്ദുൽ ഹമീദ് കൃതജ്ഞത പ്രകാശിപ്പിച്ചു. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ കർമ്മഭടന്മാരും അവർക്ക് പിന്തുണയേകിയ ജനാവലിയും ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. കരുത്താർന്ന കരങ്ങളാൽ സല്യൂട്ട് നൽകി പിരിഞ്ഞു പോകുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകരാകാൻ കഴിയൂ എന്ന് അവർ നിശബ്ദം ഘോഷിക്കുകയായിരുന്നു. ഇതൊരു പിരിഞ്ഞുപോക്കല്ല, പിന്മാറ്റം ഇവരുടെ ശീലവുമല്ല. ഇവർ സ്വാതന്ത്ര്യം സ്വപ്നം കാണുന്ന ഒരു ജനതയുടെ വിമോചനത്തിനായി മുന്നേറുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും കീഴാളരുടെയും തോഴരായി, സ്വാതന്ത്ര്യത്തിന്റെ കാവലാളുകളായി, നീതിയുടെ പോരാളികളായി ഇവർ നിതാന്ത ജാഗ്രതയോടെ കർമ്മവീതിയിൽ മുന്നേറുക തന്നെ ചെയ്യും. ഫാഷിസത്തിന്റെ വിഷപ്പല്ലുകൾ ചതഞ്ഞു തീരും വരെ, ഭരണകൂടത്തിന്റെ അതിക്രമങ്ങൾ കറുതിയാവും വരെ, സ്വാതന്ത്ര്യത്തിന്റെയും നീതിയുടെയും പുത്തൻ സൂര്യോദയം വന്നണയും വരെ സ്വാതന്ത്ര്യത്തിന്റെ ഈടുവെപ്പുകളായി ഇനിയും നിലനിൽക്കട്ടെ നിത്യജാഗ്രതയുടെ ഈ ചുവടുവെപ്പുകൾ.